വരാൻ വൈകിയപ്പോ ഞങ്ങൾ വിഷമിച്ചു. മിനിസ്റ്റർ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ? സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുന്നിൽ. വരൂ വരൂ. ഇവിടെ ഇരിക്കും. ഇരിക്കും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോയിട്ട് വരും. അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു കൊളീഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്നാകട്ടെ. അത് ഭരതംപിള്ള. നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മാവൻ രാമകൃഷ്ണക്കുറുപ്പ്. ഹലോ, ഞാൻ കസ്റ്റംസിലായിരുന്നു. അയ്യോ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവലറി നടത്തുന്നു. ഇത് കുറുപ്പ് സാറിന്റെ മകനാ ശ്രീകുമാർ. ഗൾഫിലാ. ഇതെന്റെ ചെറിയമ്മാവൻ, റവന്യൂ വകുപ്പിലാണ്. അതെന്റെ കൊച്ചച്ഛൻ, എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ. കൂടെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ്, എല്ലാവരും കളക്ടർമാരുമാണ്. ഞാനിവിടുത്തെ കാര്യസ്ഥൻ രാവുണ്ണി. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വേലക്കാരനാണെന്ന്. കഷ്ടം. സത്യം പറഞ്ഞാൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം അടുത്ത കാലത്തും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ഭാസ്കര പണിക്കർ പറഞ്ഞത്. ഇവിടെ പഞ്ചാബിനേക്കാൾ ഭയങ്കര ചൂടാണ്. ആദ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് മതി ഡിസ്കഷൻ. എന്താ? ഓ രാവണി, കുടിക്കാൻ കൊണ്ടുവരാൻ പറയൂ. ബൈ ദ വേ, ശ്രീ ഗൾഫിൽ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എന്നാ മടക്കം? 3 മാസം ലീവ് ഉണ്ട്. അവിടെ ഒരു ഹുസൈനെ അറിയാമോ? ഏത് ഹുസൈൻ? സദ്ദാം ഹുസൈൻ. അല്ല, കോതഞ്ചേരി ഹുസൈൻ. ബാങ്ക് ഓഫ് കുവൈറ്റിലാണ് ജോലി. എണ്ണ കമ്പനിലല്ലേ? അല്ല അല്ല, എനിക്കറിയില്ല. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. തലയെ വെച്ചാ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാ പേനായിരിക്കും. അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. എടുത്തു കൊടുക്കും മോളെ. നോ പ്ലീസ്, ഐ വിൽ ടേക്ക്. എന്താ പേര്? കവിതാ ഭരതൻ. ഏത് കോളേജിലാ പഠിക്കുന്നത്? കള്ളങ്കോട് ട്യൂട്ടോറിയൽ കോളേജിലാ. 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു. അല്ല, ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ ജയിപ്പിക്കും. അതിരിക്കെ അവര് തമ്മിൽ സംസാരിക്കട്ടെ. സാറ് ചെല്ലേ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അതിനെന്താ? ഓഫ് കോഴ്സ്, താങ്ക് യു. അതെല്ലാവർക്കും കൊടുക്കണോ? കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? പഞ്ചാബി വരണ്ട. അത് പോട്ടെ, പാടാനറിയോ? ഡാൻസ് അറിയാം? കുറച്ചൊക്കെ അറിയാം. വിക്കുണ്ടല്ലേ? നല്ല വിക്കുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല, ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ്, പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാം ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ? ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ, കളക്ടറിന് തമാശ പറഞ്ഞൂടെ? വിക്കിയാണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. ബൈ ദി ബൈ, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഈസ് പ്ലീസ്.
മാഷേ ചായ ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വീണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് മാഷ് വന്നിട്ട് കുറേ നേരമായോ? ഏയ് ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? ദാ അവിടെ. അവിടെയാ? നടന്നോളൂ നടന്നോളൂ. നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ. എവിടെയാ? ദാ ഇവിടെ. ഓ ഓ. ഏ? തുടങ്ങാം. തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടെന്നുള്ള പറയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാത്. അയ്യോ മാഷ്. നമുക്ക് എന്തെങ്കിലും കുറേശ്ശെ തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ? അല്ല, ക്ലാസ് തുടങ്ങാന്ന് പറയാ. ആ, തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, പതാനിസ മുഷ്കരനല്ല ഞാൻ, പശീലേ. ഇനി കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. അല്ല, മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്ന് അർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? ആ, എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ ഈ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നള്ളി പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്. പൊട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിക്കാൻ എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, തെണ്ടി, എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്ത്? എന്താ മാഷ തർക്കിച്ചു നോക്കുന്നേ? ഒന്നുമില്ല, മുമ്പ് കണ്ട മാതിരാ. ഇപ്പൊ ചെറിയ ചേഞ്ച് ഒക്കെ അല്ലേ? മേക്കുമ്പോ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട്. ഏതാണ്ട് പുലിക്കളിക്ക് മേക്കപ്പ് ചെയ്ത പോലെയാ. ആ, തമ്പുരാട്ടി എഴുന്നള്ളില്ലോ. എന്താണ് മീരാബായി, രാവിലെ എണീറ്റാല് ഒരു കപ്പ് കാപ്പി തരാൻ ആളില്ല. തോന്നുമ്പോ വരാനും പോകാനും എന്താ സർക്കാർ ഓഫീസറ്റാ? മാസം കൂടുമ്പോ ശമ്പളം എണ്ണി തരുന്നില്ലേ? ആഹാ, നിങ്ങൾ തരുന്ന ഉലുവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അതെന്താ മാഷ, നിങ്ങൾ കൊടുക്കുന്നത് കള്ളനോട്ടാണോ? മാഷി മിണ്ടാതിരി. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ബോംബെയിലായിരുന്നപ്പോ എന്റെ കൃഷ്ണാബായി. ബോംബെയിലെ കിട്ടാവ് തുറക്കണ്ട, അതോടെ നിർത്തിക്കാളി. കുറെ കാലായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഈ ഒച്ചയും ബഹളമൊക്കെ കൂട്ടറേ? ഒരു ഗ്ലാസ് ചായ. ചായക്കാ? ആ. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഒരു ബക്കറ്റ് ചായ തിളപ്പിച്ച് വെച്ചിട്ടല്ലേ പോയത്. ഉവ്വോ. ആ, എന്നാ ഗുസ്തി പണ്ടാറക്കാലൻ ആ ചായ മുഴുവനും ആ പാവം കുടിക്കാൻ വഴിയില്ല. ഇയാളെ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാനക്കേട്. എന്റെ ദൈവമേ, എന്തൊരു സാധനപ്പ ഇത്. ഒറ്റെണ്ണം നല്ലതില്ല, ദരിദ്രവാസികൾ. ഏതെങ്കിലും എടുത്തോ? നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നോണ്ട് ഒന്നും ഒരു കാര്യമില്ല.
ഒന്നുകിൽ ആ ഭരതംപിള്ള നിന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതെങ്ങനാ മാജി? അതിനാടി ബുദ്ധി വേണമെന്ന് പറയുന്നത്. പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം. ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാടി ഈ നാട്ടിലുള്ളത്? അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അയാൾക്ക് മകളെന്ന ഒറ്റ വിചാരേ ഉള്ളൂ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. മകളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലബലാദിയുടെ കയ്യിൽ പോവും. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ എങ്ങനെയെങ്കിലും അയാളൊന്ന് വളച്ചെടുക്കണമെന്ന്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മാജി, അങ്ങനെ വീഴണ്ടേ? എടി, വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു, പിന്നെയാണ് ഒരു ഭരതംപിള്ള. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, രാത്രി അവിടെ തന്നെ താമസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ആ രാവുണ്ണേട്ടന് എപ്പോഴും എന്നെ സംശയ. രാവുഞ്ഞേറ്റൻ എടി, അവൻ പോട്ടടി. അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം. ദേ, ഞാനൊരു കാര്യം പറയാ, അവനെ വിശ്വസിക്കാൻ കൊള്ളാത്താനാ, തെണ്ടി. ഇടിക്കുള്ള സാറ് എന്റെ ഒരു ഫ്രണ്ടാണ്. ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഏകാംഗ കമ്മീഷൻ വേണോന്ന് പറഞ്ഞു. ഞാനാണ് ഏകാംഗം. വരട്ടെ സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ, നോ 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 നോ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക. ഇരിക്കെ. കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ, ഒന്നും വേണ്ട. മിസ്റ്റർ പ്രഫുല്ലകുമാർ IAS. അതെ, പേര് കൊള്ളാം. സാറൊന്ന് എഴുന്നേറ്റേ. പണ്ട് പാലക്കാട് കൽപ്പാത്തി വെച്ച് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ സാർ കല്യാണം കഴിച്ചില്ലേ? അത് കൽപ്പാത്തിയല്ലേ സാർ, ആലത്തൂര. ആലത്തൂര്. അന്ന് എന്തായിരുന്നു സാറിന്റെ പേര്? ഹരിഹരയ്യർ. തൊഴിൽ? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഏത് വർഷത്തിലായിരുന്നു കല്യാണം? 1975 ഡിസംബർ 30 വ്യാഴാഴ്ച. വ്യാഴാഴ്ചയോ? അല്ല, വെള്ളിയാഴ്ച. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സാർ. അവള് രക്ഷപ്പെട്ടു. ഇപ്പൊ ജർമ്മനിയില സുഖ ജീവിതമാ. ഓഹോ, കോട്ടയത്ത് നിന്ന് സാർ കല്യാണം കഴിച്ചില്ലേ? അത് പ്രോപ്പർ കോട്ടയല്ല, പരിപ്പില. പരിപ്പ് കേസിലെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതാ. എല്ലാത്തിനും സമയം നന്നാവണ്ടേ. അന്നാരായിരുന്നു? അന്ന് ആരായിരുന്നു? സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മാത്യു കുരുവിള, MBBS, MD, FRCS, ലണ്ടൻ. അപ്പൊ മലപ്പുറത്തിനടുത്ത് മഞ്ചേരിയിൽ നീട്ടിയ വേഷം എന്തുവാടാ? സാറിന്റെ ഒരു ഓർമ്മശക്തി. അറബിയുടെ, സാക്ഷാൽ അറബിയുടെ ഷേഖ് അബ്ദുൽ ജമാലുദ്ദീൻ, ജലാലുദ്ദീൻ, നാസറുദ്ദീൻ, ബദറുദ്ദീൻ ഷാ. ആ പെങ്കൊച്ചിന്റെ പേരെന്തുവാടാ? ഫൗസിയ. ഒരു മണിയറക്കള്ളൻ നാടൊട്ടുക്ക് നടന്ന് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരെ കല്യാണം കഴിച്ച് തെരുവിലാക്കലാ നിന്റെ പണി. വന്നെ കഴിവുറാ മോനെ, സത്യം പറഞ്ഞോണം. എവരുടെ കവിത? എനിക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൂമ്പിടിക്കാൻ പാട്ടും. എവരുടെ കവിത? എനിക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈർക്കിലി ഈർക്കിലി. അയ്യോ, സത്യമായിട്ടും അവരെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല. അറിയാവേ സാറിന് എന്നെയും എനിക്ക് സാറിനെ വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ ഇതുവരെ സാറിനോട് നുണ പറഞ്ഞിട്ടില്ല. ഈ പ്രഫുല്ലകുമാർ കളവ് പറയില്ല. അയ്യോ, തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല സാർ.
സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നെ വിശ്വസിക്കണം സാർ. സാർ സാർ എന്നെ വിശ്വസിക്കണം സാർ. ഞാനല്ല സാർ. എന്നെ രക്ഷിക്കണം സാർ. സാർ ഞാനല്ല സാർ. ഭഗവാനെ, വിഘ്നേശ്വര, ഗുരുവായൂരപ്പ, കാത്തു രക്ഷിക്കണേ. ഇനിയും നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ. അടുത്ത തവണയെങ്കിലും എന്റെ കവിതാ മോളെ 10ാം ക്ലാസ്സിൽ നിന്ന് ഒന്ന് കരകയറ്റി തരണേ. പിന്നെ ഭഗവാൻമാർക്ക് ഇപ്പൊ കരകയറ്റില്ലല്ലേ പണി. 3-4 കൊല്ലമായി ഞാനും എന്റെ മോളും അതിന് ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും അവളെ കൈവിടല്ലേ എന്റെ ഭഗവാനെ. അതിന് ഭഗവാൻ സിൻഡിക്കേറ്റ് മെമ്പർ ഒന്നും അല്ലല്ലോടോ മനുഷ്യ. താൻ എന്തെങ്കിലും പറഞ്ഞോ രാവുണ്ണി? അയ്യേ, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. ഇപ്രാവശ്യം ജയിച്ചിട്ട് വേണം ഒരു IAS കാരന്റെ കൂടെ എന്റെ മകളെ പറഞ്ഞയക്കാൻ. എന്തോ കഴിഞ്ഞ പരീക്ഷയ്ക്കും അവൾക്ക് ഇംഗ്ലീഷിന് 0 കിട്ടിയത്. അതിനി ഇംഗ്ലീഷ് ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല. തന്റെ അല്ലേ മോള്, തലക്കകത്തോലും വേണ്ടേടോ. അമ്മേ ഭഗവതി, രക്ഷിക്കണേ. കൃഷ്ണ ഭഗവാനെ. രാവണ്ണി, ഓ, മോള് തോൽക്കാതിരിക്കാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? പഠിപ്പിക്കാതിരിക്കുക. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? ഒഴിക്കേ. ഇനി ഇങ്ങനെ ഒഴിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. IAS തട്ടിക്കളാം. അയ്യോ, തട്ടിയേ അതൊന്നും വേണ്ട. വേണ്ട എന്നാ ഭരതം പിള്ളയെ തട്ടിയാലോ? അത് വേണ്ട. എന്നാ IAS തന്തേ തട്ടാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൊടുക്കരുത് ആവശ്യം. അല്ല, ഈ തട്ടലും മുട്ടലും അല്ലാതെ ഈ കല്യാണം മുടക്കാൻ വേറൊരു വഴിയുമില്ലേ? എനിക്കൊരു ഉഗ്രൻ ഐഡിയ. നമുക്ക് കല്യാണ പന്തലിൽ ഒരു പടക്കം പൊട്ടിച്ചാലോ? പന്നി പടക്ക അല്ല, സാധാരണ ഓലപ്പടക്കം. അയാളുടെ മോന്തക്കൊന്ന് കൊടുത്തിടൂ. ദേ പറ്റേ, ആളിവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ തന്റെ ഒരു മണ്ടത്തരം പറയല്. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താ? ഒന്ന് പറയണോ? കുട്ടിയുടെ പേരെന്താ? കവിത. കവിതയെ തട്ടിക്കളഞ്ഞാലോ? ഇതെന്തിനാ അങ്ങോട്ട് കൊടുക്കും? അവർ ഈ തട്ടണ വർത്താൻ തന്നെ ഉള്ളു. ആളെന്താ ഫുട്ബോളാ? അതൊന്നല്ല, തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം. ശരി, സമ്മതിച്ചു. പക്ഷെ ആര് തട്ടിക്കൊണ്ടുവരും? അതിന് പറ്റിയ പാർട്ടി എന്റെ കയ്യിലുണ്ട്. ബോംബെ അധോലോക നായകൻ ഗിൽബർട്ട് ഡിസൂസ. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കണ്ടു, മലർമധുര നിരകളത സപതി കണ്ടു. ആ, ഇനി ഇതിന്റെ കൂട്ടർത്ത് അങ്ങനെ എഴുതിത്തോളൂ. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കാണുകയും മലർമധുര നിരകളത സപതി കാണുകയും ഉണ്ടായി എന്ന് അർത്ഥം. മനസ്സിലായോ? ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായമല്ല നിങ്ങൾക്ക്. മഞ്ഞ ചുരിദാർ ഇട്ട് വന്നെന്താ ഇവിടെ കാവടിയാട്ടം നടക്കുക? താടിയും മീശയൊക്കെ ആയിരടോ, പോയി കല്യാണം കഴിക്കടോ. പഠിക്കണം, നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതിത്തോളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. മത്തമൃഗോതിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അർത്ഥം? അറിയില്ല? ഇല്ല സാർ, ഇവിടെ അറിയില്ല. ഇവിടെ ഇവിടെ അറിയില്ല സാർ. ഇവിടെ 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 ബാക്ക് ബെഞ്ച്. ആ, ഇവിടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആർക്കും അറിയില്ല? അറിയില്ല. അത് പിന്നെ ഈ മത്തഭൃങ്കോദ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു ഭൃങ്കോദ്യൽ. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. വേതാളം. ആരും ചിരിക്കണ്ട, എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. എന്റെ മാഷെ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്തിനാ? എനിക്ക് മാഷോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ആരെങ്കിലും കണ്ടാ വെറുതെ ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കും. മാഷിന് ബുദ്ധിമുട്ടാവോ? ഇല്ല. ചിലപ്പം ബുദ്ധിമുട്ടായാലോ? പിന്നെ നീ ഒന്നും പറയരുത്. ഇല്ല. അയ്യേ മാഷേ, ആരുമില്ല മാഷേ.
ആരില്ല മാഷെ. വായിച്ചു നോക്കൂ. മാഘമാസം. ഇതെന്താ കവിത? കവിതയോ? ആ പിന്നെ മാഷെന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ച എന്താ വിചാരിക്ക? അല്ല, ഞാൻ ഒന്നും വിചാരിച്ചില്ല. കുട്ടി കവിത എഴുതുവോ? ഞാനിതൊരു പഴയ വീക്കിൽ നിന്ന് പകർത്തിയതാ. മാഷ് എനിക്കിതൊന്ന് ട്യൂൺ ചെയ്ത് തരുമോ? നവസാക്ഷരരുടെ സംഗമത്തിന് പാടാനാ. തരൂ മാഷെ. പോട്ടെ. എനിക്ക് വലിയ ഇഷ്ടാ. മീരാബായ്, മീരാബായ്. ആരേ കോനെ? കുഞ്ഞുണ്ണി വൈദ്യരോ? എവിടേക്കാ കൂടപ്പുറപ്പിനെ കൊണ്ട്? രസായനം ഉണ്ടാക്കാനായിരിക്കും. കരിങ്കുരങ്ങി രസായനം. അമ്മിമോളും ബോംബെക്ക് പോയായിരിക്കും. വിമാനം കയറാൻ. എന്തിനാ മാജി വടി കൊടുത്ത് അടി വാങ്ങുന്നേ? അത് നിന്റെ തന്തയുടെ സ്വഭാവ. പൊടി അവിടുന്ന്. അന്ന് വയറുവേലയ്ക്ക് തന്ന കഷായം കുടിച്ചിട്ടേ എനിക്ക് വയറ്റിളക്കം പിടിച്ചു. അതിന്റെ കഷായത്തിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല, വയറിന്റെ കുഴപ്പം കൊണ്ടാ. മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറയുന്നത് വെറുതെയല്ല. മാഷ് കവിത എന്താണ് ഈ നേരത്തെ ഇങ്ങോട്ട്? മാഷ് കവിത എന്താണ് ഈ നേരത്തെ? ഒരു സംശയം. എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു 10-250 ഒന്നായിട്ട് ഇങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ. രാഗവിലോല എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസ്രാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ പെരുക്കാനോ. കണക്കിൽ എനിക്കൊരു സംശയമില്ല മാഷേ. അത് മാഷല്ലേ പഠിപ്പിക്കുന്നേ? അയ്യോ, ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ. മാഷിന് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന്. എങ്ങനെ കുട്ടിക്ക് അത് മനസ്സിലായി? ആ, അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്ന് ആരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ചു ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപ മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ചയാ ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ ആരുമില്ലല്ലോ. പറയണമെന്നുണ്ട് മാഷെ, പക്ഷെ ഭയങ്കര നാണം വരുന്നു. നാണപ്പിരിക്കില്ലഞ്ഞിട്ടല്ലോ, പക്ഷെ നമ്മൾ ചില സമയത്ത് അതൊക്കെ മറക്കണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷെ, ഞാൻ പറഞ്ഞ മാഷിനത് വല്ലാണ്ടാവില്ലല്ലോ? ഒരു വല്ലാണ്ടില്ല. എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷിന് ഈ കഷണ്ടത്തിന് മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട്.